മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെത്തളു എന്ന് പറയുന്ന പാഠഭാഗമാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കെത്തളു എന്ന പാഠഭാഗത്തിന്റെ ആശയമാണ് നമ്മൾ പഠിക്കുന്നത്. ആശയം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? മക്കൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ ഓരോ വരികൾക്കിടയിലൂടെയും എന്ത് ചെയ്യാം, നമുക്ക് ഈ കവിതയുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നോക്കാം. കെത്തളു ഏട്ടക്കൂരി. കെത്തളു എന്ന് പറയുന്ന റാവുള ഭാഷയിൽ എഴുതിയ സുകുമാരൻ ചാലിഗദ്ദ എഴുതിയ കവിതയാണ് കെത്തളു എന്ന് പറയുന്നത്. കെത്തളുവിന്റെ പരിഭാഷയാണ് ഏട്ടക്കൂരി എന്ന് പറയുന്ന മലയാളം ഭാഗം അല്ലെ. അപ്പൊ സുകുമാരൻ ചാലിഗദ്ദ എന്ന് പറയുന്ന മലയാളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഗോത്രകവികളിൽ പ്രധാനിയായിട്ടുള്ള എഴുത്തുകാരനാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് കവിതയിലേക്ക് പോകാം അല്ലെ. അപ്പൊ കെത്തളു റാവുള ഭാഷയിൽ എഴുതിയ ഒരു കവിതയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ഇന്നലെ ഒരു കാട്ടാന പെറ്റു വീണ കുഞ്ഞ് കറുത്തത് അല്ലെ. അപ്പൊ കാട്ടാന പെറ്റു വീണ കുഞ്ഞ് എന്താണ്? കറുത്തതാണ് എന്ന് പറയാണ് അല്ലെ. അപ്പൊ ഇവിടെ കാടിന്റെ നിറമാണ് അല്ലെ. കറുപ്പ് എന്ന് പറയുന്നത് എന്താണ്? കാടിന്റെ നിറത്തെയാണ് എന്ത് ചെയ്യുന്നത്? കവി ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ കാടിന്റെ നിറം കറുപ്പ് എന്ന് പറയുന്നത് ഗോത്ര ജനതയുടെ അല്ലെ അടയാളമാണ്, അവരുടെ ഐഡന്റിറ്റി ആണ് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ അഭിമാന ബോധവുമാണ്. അപ്പൊ കാട്ടാനയെ പോലെ അല്ലെ, കാട്ടാന എന്ന് പറയുന്നത് എന്താണ്? ശക്തിയുടെ ഒക്കെ പ്രതീകമാണ്. അപ്പൊ കാട്ടാനയെ പോലെ ശക്തനും ശ്രേഷ്ഠരുമാണ് ഗോത്ര ജനത എന്ന് പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സൂചനയോട് കൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ കവിത ആരംഭിക്കുന്നത് എന്ന് പറയാം. അങ്ങനെ ഒരു ആദ്യ മധ്യാന്ത പൊരുത്തമുള്ള ആ രീതിയിലല്ല കവിത പോകുന്നത്. പല കാര്യങ്ങളെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? കവിതയിൽ പറയുന്നുണ്ട്. പാരിസ്ഥിതിക കവിതയാണെന്ന് നമുക്ക് പറയാം. കാരണം പരിസ്ഥിതിക്ക് ഏൽക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് കവിതയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചോദ്യമൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് 7 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ അങ്ങനെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അല്ലെ. ചൂഷണം ചെയ്യുന്ന അല്ലെ പുതിയ കാലഘട്ടത്തെ എന്ത് ചെയ്യാം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടു തിണ്ണ കെട്ടുന്നു എന്ന് പറയാണ് അല്ലെ. ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ എന്ത് ചെയ്യുന്നു? കാക്കയ്ക്ക് ഇരയായേക്കാമെങ്കിലും മീനുകൾക്ക് മറ്റൊരു ഇടമില്ല അല്ലെ. അപ്പൊ അവ എന്ത് ചെയ്യാണ്? ഇര തേടി ഇറങ്ങിയിട്ടുള്ള നീർക്കാക്കിക്ക് മുന്നിൽ വീട്ടുതിണ്ണ ചേരുന്നത് പോലെ ഇങ്ങനെ വരിവരിയായി നിരനിരയായി പ്രതിരോധത്തിന്റെ മതിൽ തീർത്തതുപോലെ ആര് നിൽക്കുകയാണ്? നമ്മളുടെ മീനുകൾ, കുഞ്ഞു മീനുകൾ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ ആ കാഴ്ച വരികളിൽ എന്ത് ചെയ്യുന്നു? ദൃശ്യഭംഗിയും അതേപോലെ ആസ്വാദ്യവും അല്ലെ നൽകുന്ന തരത്തിലാണ് ആ വരി അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. മരത്തിന്മേലെ മരവാഴ പൂക്കൾ 5 പെണ്ണിനെ തേടുന്നു, മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീനിന് എന്താണ്? മൂക്കുത്തി വേണം എന്ന് പറയുന്ന വരിയാണ് അല്ലെ. അപ്പോ മരവാഴപ്പൂക്കൾ 5 പെണ്ണിനെ അല്ലെ വധുവിനെ തേടുക എന്ന് പറയുന്ന ഒരു അർത്ഥം നമുക്ക് സൂചിപ്പിക്കാം. അതേപോലെ മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീനിന് എന്താണ്? കളങ്കമറ്റ തനത് ജീവിതത്തില് അവർക്കും എന്താണ്? സ്വപ്നങ്ങൾ ഉണ്ട് എന്ന് കാണിക്കുകയാണ് അല്ലെ. കാട്ടിലെ സ്വാഭാവിക ജീവിതത്തിന്റെ അല്ലെ മറ്റൊരു സൗന്ദര്യമാണ് എന്ത് ചെയ്യുന്നത്? ഈ വരിയിലൊക്കെ കാണുന്നത്. അപ്പൊ മരവാഴപ്പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലെ ഓർക്കിഡ് പൂക്കളെയാണ് പറയുന്നത്. അപ്പൊ കാട്ടിലെ വിറക് പറിക്കാനൊക്കെ പോകുന്ന സ്ത്രീകളുടെ മുടിയിലൊക്കെ പലപ്പോഴും ഈ പറയുന്ന ഓർക്കിഡ് പൂക്കളൊക്കെ നമുക്ക് കാണാം അല്ലെ. അപ്പൊ അങ്ങനെ 5 പെണ്ണിനെ തേടുന്നു എന്ന് പറയാണ്. മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീനിന്റെ മൂക്കുത്തി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സൂചിപ്പിക്കുന്നത്? ഇവിടെ വെള്ളത്തിലൂടെ ഊളിയിടുന്ന മീനിന് മൂക്കുത്തി വേണം അല്ലെ. അപ്പൊ ഈ മോഹം, സൗന്ദര്യബോധത്തെയും ഒരു സ്ത്രീ സങ്കല്പത്തെയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കന്നാരമ്പുഴയിലെ കല്ലുകൾ ഉരസി നരസിക്ക് നര വീണു എന്ന് പറയാണ്. അപ്പൊ ആ വരിയുടെ അർത്ഥം എന്താണ്? അതായത് ഈ പുഴകളൊക്കെ എന്താണ്? വയനാടിന്റെ വളരെ പ്രധാനപ്പെട്ട അല്ലെ ചരിത്രത്തിലും അതിന്റെ സൗന്ദര്യബോധത്തിലും ഒക്കെ ഉള്ള ഇടം നേടിയിട്ടുള്ള പുഴകളാണ്. കാട്ടിൽ നിന്ന് ഉറവയെടുത്ത് വരുന്ന ഒഴുകി വരുന്ന പുഴകളാണ് അല്ലെ. കളകളമ്പാടി ഒഴുകുന്ന പുഴകളാണ്. അപ്പൊ നിറയെ കല്ലുകളൊക്കെ ഉണ്ടാവും ഈ പുഴയിൽ. അപ്പൊ നരസിക്ക് നര വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നര പുതിയ കാലത്ത് ആർട്ടിഫിഷ്യൽ നരയുണ്ട്. പക്ഷെ നമ്മൾ നരയെ പറയുന്നത് ഏതർത്ഥത്തിലാണ്? പ്രായമായി എന്നുള്ള അർത്ഥത്തിലാണ് കവിതയിൽ സൂചിപ്പിച്ചത്. അപ്പൊ പുഴയ്ക്ക് നര വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പുഴയ്ക്ക് നര വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധ അല്ലെ വാർദ്ധക്യത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അത് എന്ത് ചെയ്തിരിക്കുന്നു? അതിന്റെ അവശമായ കാലഘട്ടത്തിലൂടെയാണ് എഴിഞ്ഞു നീങ്ങുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം നമുക്കറിയാം പ്രകൃതി ചൂഷണത്തിന്റെ ഭാഗമായിട്ടുള്ള പൂഴിയും മണലും ഒക്കെ പുഴയിൽ നിന്ന് ഊറ്റി എടുത്ത് അല്ലെ ഉള്ള മരങ്ങളൊക്കെ വെട്ടി കാടൊക്കെ നശിപ്പിച്ചു പുഴയൊന്നും ഇല്ല അല്ലെ. 2 മത്സ്യങ്ങൾ എന്ന് പറയുന്ന കഥയിൽ നമ്മൾ പഠിച്ചു. പുഴയുടെ ചോര കക്കിയ ജഡം പോലെ എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പാഠഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. 2 മത്സ്യങ്ങൾ എന്ന് പറയുന്ന അംബികാസുധൻ മാങ്ങാടിന്റെ പാഠഭാഗം എന്താണ്? കഥാഭാഗം ചിലപ്പോൾ എന്ത് ചെയ്യും? താരതമ്യക്കുറിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഈ ഒരു പാഠവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമുക്ക് വരും. അപ്പൊ കഥയൊക്കെ ഒന്ന് പൊടി തട്ടി വായിച്ചു വെച്ചോളണം. ഓക്കെ. അപ്പൊ ഇങ്ങനെ പുഴയുടെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ
ഈ അടിത്തട്ടി കിടക്കുന്ന വെള്ളാരം കല്ല് അല്ലെ, വെളുത്ത കല്ലുകളൊക്കെ പുറത്തേക്ക് കാണുകയാണ്. അപ്പോൾ ഈ കല്ലുകളിൽ ഉരസിയാണ് നരസിക്ക് എന്ത് ചെയ്തത്, നരസിപ്പുഴയാണ് പുഴയ്ക്ക് നര വീണത്. എത്ര മനോഹരമായിട്ടുള്ള കൽപ്പനയാണെന്ന് ആലോചിക്കണം കേട്ടോ. പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പുഴയുടെ അടിത്തട്ടിലെ മണൽത്തരികളെയാണ് ഇവിടെ പൊന്നായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പൊ ആളുകളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പൂഴി വാരി എടുത്തിട്ടാണല്ലോ നമുക്ക് വലിയ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. പൂഴി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലെ. അപ്പൊ ഈ പൂഴി എടുത്ത് എന്ത് ചെയ്തിരിക്കുന്നു, ആളുകൾ പോവാതിരിക്കാൻ വേണ്ടി ജീവനും കൊണ്ട്, ഈ പൂഴിയും കൊണ്ട് അല്ലെങ്കിൽ ഈ മണൽത്തരികളും കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ പുഴ അല്ലെ, പൊൻകുഴിപ്പുഴ എന്ത് ചെയ്യാണ്, കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു, രക്ഷപ്പെട്ടു പോവാന്നാണ് പറയുന്നത്. അപ്പോൾ പാരിസ്ഥിതിക ചൂഷണത്തിനെതിരെയുള്ള ഒരു പ്രകൃതിയുടെ പ്രതിരോധമായിട്ടും എന്ത് ചെയ്യാം, നമുക്കതിനെ വായിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനിയോ ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടിയാട്ടുന്ന കാറ്റും ചുറ്റും നനച്ചുറങ്ങിയ കാട്ടുമുയലിന് വലവെറും പുല്ലുമെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് എന്താണ്, ആ കൈതപ്പൂവിന് വളരെ നല്ല സുഗന്ധമാണ് അല്ലെ. ആ ഗന്ധത്തിന് പരക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, കാറ്റ് വഴിയൊരുക്കുന്നു. കാരണം ഗന്ധമൊക്കെ കൊണ്ടുവരുന്ന ആരാണ്, കാറ്റാണ് കൊണ്ടുവരിക അല്ലെ. അപ്പൊ ആ ഗന്ധം അതിന് വഴിയൊരുക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ. പിന്നെ എന്താണ്, ഈ മതഗന്ധത്തിലൊക്കെ ഉറങ്ങുകയാണ് ആര്, മുയൽ അല്ലെ. അപ്പൊ മുയലിനെ കുറിച്ച് എന്താണ് പറയുന്നത്, ആ കാട്ടിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും തങ്ങൾക്ക് ചുറ്റും വളരുന്ന വലയങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധമുണ്ട്. അപ്പൊ ഉറങ്ങുന്ന മുയലാണെങ്കിൽ പോലും എന്താണ്, തനിക്ക് കെണി ഒരുക്കുന്നതൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നതാണ്. ആ വല വെറും പുല്ലാണ് എന്നുള്ള ഒരു അർത്ഥത്തിലായിരിക്കണം എന്ത് ചെയ്യുന്നത്, കവി അവിടെ അത് എഴുതിയിരിക്കുന്നത്. പുഴവെട്ടി നീന്തുന്ന വാളയ്ക്കും കരവെട്ടി ചാടുന്ന ഏട്ടക്കൂരിക്കും എന്തൊരു ചന്തം അല്ലെ. ആ ജൈവികതയ്ക്കുള്ളിൽ എല്ലാത്തിനും എന്താണ്, അതിൻ്റെതായ സൗന്ദര്യമുണ്ട് എന്ന് കവി ബോധ്യപ്പെടുത്തുകയാണ് അല്ലെ. പുഴവെട്ടി നീന്തുന്ന വാളയ്ക്കും അതേപോലെ കരവെട്ടിച്ചാടുന്ന ഏട്ടക്കൂരിക്കും എന്താണ്, മനം മയക്കുന്ന സൗന്ദര്യമുണ്ട് എന്ന് പറയാണ് അല്ലെ. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട്, കുത്തി വീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു അല്ലെ. പ്രകൃതി ചൂഷണത്തിലേക്കാണ് പോകുന്നത് അല്ലെ. എന്താ അവിടെ സൂചിപ്പിക്കുന്നത്, ആ മലകൾക്കും എന്താണ്, കണ്ണിട്ടുണ്ട് അല്ലെ. പാറ ഖനനം, മലയിടിക്കല് അല്ലെ. അതേപോലെ നമുക്ക് പലതരത്തിലുള്ള റിസോർട്ടുകളൊക്കെ വരുന്നത് കാട്ടിലാണ്. കാടിന്റെ ആ ഒരു ജൈവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ ഇല്ലാണ്ടാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പലതരത്തിലുള്ള വികസനങ്ങളും അല്ലെ ഒക്കെ പുതിയ കാലത്ത് ഉണ്ടാവുന്നതെന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ മലയിൽ നിന്നൊക്കെ അടർന്ന് വീഴുന്ന അല്ലെ നമ്മളുടെ എന്താ കല്ലുകളൊക്കെ വെളുത്ത ചോര കക്കുന്നു. കക്കുക മീൻസ് ഛർദിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. കക്കുക എന്ന് പറയുന്നത് കേട്ടോ, ഛർദിക്കുക, ചോരയാണ് ഛർദിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ എല്ലാം കാണുന്ന മലകൾ പ്രകൃതി ചൂഷണത്തിനെതിരെ പ്രതിഷേധം അറിയിക്കുന്നതായിട്ടും എന്ത് ചെയ്യാം, നമുക്ക് അവിടെ സൂചിപ്പിക്കാം. ഞാൻ ഓടിച്ചാടി കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു അല്ലെ. ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ്. അപ്പൊ പണ്ട് ഗോത്രജനത ഓടിച്ചാടി നടന്ന കല്ലുകളും മരങ്ങളും ഒക്കെ ആളുകൾ എന്ത് ചെയ്യാണ്, കട്ടോണ്ട് പോവാണ് കാട്ടുന്നു അല്ലെ. റോഡുകളും കെട്ടിടങ്ങളുമായിട്ട് അങ്ങാടികളുമായിട്ട് എന്ത് ചെയ്യാണ്, എല്ലാം മാറി തുടങ്ങുകയാണ് അല്ലെ. അങ്ങനെ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തെയും നഗരവൽക്കരണത്തെയുമാണ് എന്ത് ചെയ്യുന്നത്, ഈ വരികളിൽ കാണുന്നത്. അതൊക്കെ നമ്മളുടെ 7 മാർക്കിന്റെ ചോദ്യവുമാണ് കേട്ടോ. ഇനി എന്താണ് പറയുന്നത്, ഞാൻ ഇരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളിൽ പായൽ വന്ന് വഴുക്കലായി എന്നാണ്. അതായത് ഗോത്ര സമൂഹത്തിന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാവാണ്. പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ അകലുന്നതിന്റെ അല്ലെ, അതിന്റെ പ്രവേശനം പ്രകൃതിയിലേക്കുള്ള തിരിച്ചുള്ള പോക്കിനെ അല്ലെ അത് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ ഒരു സൂചനയാണ് ഈ വഴുക്കലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി. ഊത്തക്കാലത്തും രക്ഷയില്ല. എന്താണ് ഊത്തക്കാലം? പ്രജനന കാലമാണ് അല്ലെ. പ്രജനന കാലത്തിന് പോയ ഏട്ടക്കൂരിക്ക് കെത്തളുവിന് എന്താണ്, ഊത്തക്കാലത്ത് പോലും ഏറ്റവും നല്ല കാലമാണ് അല്ലെ ആ പ്രജനന കാലം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്തും രക്ഷയില്ലാതെ വരേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7 മലകൾ 7 പുഴ എന്നൊക്കെ പറയുന്നത് ഇത് അതിജീവിക്കുന്നതിന്റെ അല്ലെ, ഇത് അതിജീവിക്കാൻ എടുത്തിരിക്കുന്ന അതിന്റെ ഒരു എന്താ പറയാ തീക്ഷ്ണമായിട്ടുള്ള വഴികളെയാണ് അത് 7 മലകളും 7 പുഴയും ഒക്കെ ആയിട്ട് അവിടെ സങ്കല്പിക്കുന്നത് കവി. അപ്പോ ഇങ്ങനെ ഇത് ചൂഷണം ചെയ്യപ്പെടുന്ന അല്ലെ എല്ലാ കാലത്തും ചൂഷണം ചെയ്യപ്പെടുന്ന ഗോത്ര സമൂഹത്തിന്റെ പ്രതീകം കൂടെയാണ് ആര്, നമ്മുടെ ഏട്ടക്കൂരി എന്ന് പറയുന്നത്. വെറുതെ ഒരു മീനിനെ കുറിച്ച് മാത്രമല്ല കവി പറയുന്നത്. ആ മീനിലൂടെ ഏട്ടക്കൂരിയിലൂടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏട്ടക്കൂരി എന്ന് പറയുന്ന മത്സ്യത്തിലൂടെ പ്രതിനിധാനം ചെയ്യുന്ന എന്തിനെ തന്നെയാണ്, ഗോത്ര സമൂഹത്തെയാണ്. ചൂഷണം ചെയ്യപ്പെടുന്ന ഗോത്ര സമൂഹത്തിലെ പതിയെ നഗരവൽക്കരണം അല്ലെ എന്താ പറയാ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന കാടിന്റെ നന്മയെയും അല്ലെ അറിവുകളെയും അതിന്റെ സൗന്ദര്യത്തെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നഷ്ടബോധത്തോടുകൂടെ വേദനയോടുകൂടെ കവി അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഏട്ടക്കൂരി തിരിച്ചിറങ്ങി. ഊത്തക്കാലത്തും എന്താണ്, അവയ്ക്ക് രക്ഷയില്ല എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ എങ്ങോട്ട് പോകണമെന്നറിയാതെ അല്ലെ നടുക്ക് പെട്ടിരിക്കുന്ന അല്ലെ സ്വാഭാവികതയിലേക്ക് കാടിന്റെ നന്മയിലേക്ക് തിരിച്ചു പോകണോ അല്ലെ എങ്ങോട്ടേക്ക് പോകണോ എന്നുള്ളത് അറിയാതെ പെട്ടിരിക്കുന്ന ഗോത്ര സമൂഹത്തിന്റെ ആകുലതകളെ കൂടെയാണ് എന്ത് ചെയ്യുന്നത് ഒരു കവിതയിൽ അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കവിതയാണ്. അപ്പൊ
എന്താണ് കവിത, ആശയം എന്താണ്, വരികൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ആശയം കുഴപ്പമുണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഗോത്ര കവിതയായിട്ടുള്ള കെത്തളു എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ നമുക്ക് ഇനി ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. മക്കൾക്ക് ഇതേപോലെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പാഠഭാഗത്തിന്റെ ആശയം മനസ്സിലാക്കാൻ ഏതെങ്കിലുമൊക്കെ പാഠഭാഗങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ കമന്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.